ഐതിഹ്യമാല അധ്യായം 3 മഹാഭാഷ്യം. അനന്താംശജാതനായ സാക്ഷാൽ പതഞ്ജലി മഹർഷി വ്യാകരണ മഹാഭാഷ്യമുണ്ടാക്കി തൻ്റെ 1000 ശിഷ്യന്മാരെയും അടുക്കിലിരുത്തി പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച് ഉരുവിടുവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശിഷ്യന്മാരിൽ ഒരാൾ അനുവാദം കൂടാതെ എണീറ്റ് പാഠശാലയിൽ നിന്നും പുറത്തേക്ക് പോയി. ശിഷ്യന്റെ ഈ ദുസ്വാതന്ത്ര്യ പ്രവൃത്തി മഹർഷിക്ക് ഒട്ടും രസിച്ചില്ല. അതിനാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് കോപാഗ്നി ജ്വലിച്ചു. അദ്ദേഹം കോപത്തോടുകൂടി കണ്ണുകൾ മിഴിച്ചൊന്ന് നോക്കി. അപ്പോൾ സമീപത്തിരുന്ന ശിഷ്യന്മാരെല്ലാം അദ്ദേഹത്തിന്റെ കോപാഗ്നിയിൽ ഭസ്മമായവരായി ഭാവിച്ചു. തന്റെ പ്രിയ ശിഷ്യന്മാരെല്ലാം നശിച്ചു പോയതിനെക്കുറിച്ചുള്ള ശുദ്ധമായ തപോധനന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് അപാരമായ പശ്ചാത്താപവും ഉണ്ടായി. ജനോപകാരാർത്ഥം താൻ ഉണ്ടാക്കിയ മഹാഭാഷ്യമെല്ലാം ഗ്രഹിച്ചവരായ ശിഷ്യന്മാരെല്ലാവരും നശിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് മഹർഷി വിഷാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പ് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ശിഷ്യൻ വിവരമറിഞ്ഞ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന്, അല്ലയോ സ്വാമി, അവിടെ നിന്നൊട്ടും വിഷാദിക്കേണ്ട. അവിടേക്ക് ശിഷ്യനായിട്ട് ഞാനുണ്ടല്ലോ. മഹാഭാഷ്യം മുഴുവനും എനിക്ക് ഹൃദയസ്ഥമായിട്ടുണ്ട്. ഞാനതിനെ ജനോപകാരാർത്ഥം ശിഷ്യ പരമ്പര പ്രവചിച്ചു കൊള്ളാം. ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മഹർഷിയുടെ മനസ്സിൽ വീണ്ടും കോപാഗ്നി ചൊലിക്കിയാൽ, എടോ ദ്രോഹി, നീ നിമിത്തമല്ലേ എൻ്റെ പ്രിയ ശിഷ്യന്മാരെല്ലാം നശിച്ചു പോയത്? അതിനാൽ നീയും ഭസ്മമായി പോകട്ടെ. അങ്ങനെ ആ ശിഷ്യനെ ശപിച്ച് ഭസ്മമാക്കി. പിന്നെയും മഹർഷിക്ക് വലിയ വിഷാദമായി. ശുദ്ധാത്മാക്കൾക്ക് കോപവും പശ്ചാത്താപവും പെട്ടെന്നുണ്ടാകുമല്ലോ. മഹർഷി പിന്നെയും അങ്ങനെ വിഷാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗന്ധർവൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന്, അല്ലയോ ഭഗവാനെ, അവിടെ നിന്നൊട്ടും വിഷാദിക്കേണ്ട. അവിടേക്ക് പ്രിയ ശിഷ്യനായിട്ട് ഈ ഞാനുണ്ട്. ഞാനൊരു ഗന്ധർവനാണ്. ഞാൻ വളരെ കാലമായി ഈ ആശ്രമത്തിങ്കിൽ നിൽക്കുന്നു. അശ്വത്ഥ വൃക്ഷത്തിന്മേലിയിരുന്നു. അവിടുന്ന് മഹാഭാഷ്യ ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുക്കുന്നത് കേട്ട് അതെല്ലാം ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു. അതിനാൽ എന്നെ അവിടുന്ന് ഒരു ശിഷ്യനായി സ്വീകരിക്കുകയുണ്ടാലോ. അപ്പോൾ പിന്നെയും മഹർഷിക്ക് കോപമാണുണ്ടായത്. നീ എൻ്റെ മനസ്സുകൂടാതെയും ഞാൻ ഉപദേശിക്കാതെയും എൻ്റെ ഭാഷ്യം ഒളിച്ചിരുന്ന് ഗ്രഹിച്ചതിനാൽ നീ ഒരു ബ്രാഹ്മണ രാക്ഷസനായി പോകട്ടെ എന്ന് മഹർഷി ആ ഗന്ധർവനെ ശപിച്ചു. ഇത് കേട്ടപ്പോൾ ഗന്ധർവൻ ഏറ്റവും പരവശനായി തീരുകയാൽ വിനയസമേതം മഹർഷിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചു. ശുദ്ധഹൃദയനായ മഹർഷി ഉടനെ പ്രസാദിച്ച്, നീ എൻ്റെ ഭാഷ്യം അത് ഗ്രഹിക്കുവാൻ യോഗ്യതയുള്ള ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഭാഷ്യം മുഴുവനും ഉപദേശിച്ചു കഴിയുമ്പോൾ നീ ശാപമുക്തനായി നിജസ്ഥിതി പ്രാപിക്കും. ഇങ്ങനെ പറഞ്ഞ് ഗന്ധർവനെ അനുഗ്രഹിച്ചു. ബ്രാഹ്മണ രാക്ഷസനായ ഗന്ധർവൻ വീണ്ടും മഹർഷിയെ വന്നിച്ചിട്ട് അവിടെ നിന്ന് പോയി. യഥാപൂർവം ആലിന്റെ മുകളിൽ ചെന്നിരിപ്പായി. ഭാഷ്യം ഗ്രഹിക്കുന്നതിന് തക്ക യോഗ്യതയുള്ളവർക്ക് വേണമല്ലോ അത് ഉപദേശിച്ചു കൊടുക്കുവാൻ. ഇങ്ങനെ വിചാരിച്ച ബ്രാഹ്മണ രാക്ഷസൻ അതിലെ കടന്നു പോകുന്ന ബ്രാഹ്മണന്മാരെയൊക്കെ വിളിച്ച് അവരുടെ യോഗ്യത പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ബ്രാഹ്മണ രാക്ഷസന്റെ പരീക്ഷ എങ്ങനെയെന്നാൽ, തന്റെ അടുക്കൽ വരുന്നവരോട് പച്ചേർനിഷ്ഠയാം കിം രൂപം എന്നൊരു ചോദ്യം ചോദിക്കും. അതിന് ശരിയായ ഉത്തരം പറയാത്തവരെ അവൻ പിടിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഏർപ്പാട്. ഈ ചോദ്യത്തിന് പക്തം എന്നും മറ്റു ചില അബദ്ധങ്ങളായ ഉത്തരങ്ങളല്ലാതെ ശരിയായി ആരും പറയായിയാൽ ആ ബ്രാഹ്മണ രാക്ഷസൻ അസംഖ്യം മഹാബ്രാഹ്മണരെ പിടിച്ചു ഭക്ഷിച്ചു. അങ്ങനെ വളരെ കാലം കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സർവശാസ്ത്ര പരാംഗതനും വേദവിജ്ഞാനിയും വേദാന്തിയും യോഗശാസ്ത്ര വരാശിയും വിരക്തനുമായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ അതിലെ വന്നു. അദ്ദേഹം സന്യസിക്കണമെന്ന് നിശ്ചയിച്ച് തനിക്ക് ക്രമസന്യാനം തരുന്നതിനും തന്റെ ഗുരുവായി സ്വീകരിക്കുന്നതിനും തക്ക യോഗ്യതയുള്ള ഒരാളെ കണ്ടുകിട്ടുന്നതിനായി അന്വേഷിച്ചു നടക്കുകയായിരുന്നു. ആ ബ്രാഹ്മണനെയും കണ്ടയുടനെ ബ്രാഹ്മണ രാക്ഷസൻ തന്റെ അടുക്കൽ വിളിച്ച് മേൽപ്പറഞ്ഞ ചോദ്യം ചോദിച്ചു. അദ്ദേഹം പക്വം എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ മഹാഭാഷ്യം ഗ്രഹിക്കാൻ തക്ക യോഗ്യതയുണ്ടെന്ന് നിശ്ചയിച്ച് ബ്രാഹ്മണ രാക്ഷസൻ അദ്ദേഹത്തിന് ഭാഷ്യം ഉപദേശിച്ചു കൊടുക്കുവാൻ ആരംഭിച്ചു. ബ്രാഹ്മണ രാക്ഷസൻ ആലിന്മേലും ബ്രാഹ്മണൻ ആൽത്തറയിന്മേലും ഇരുന്നു. ആദ്യം തന്നെ ബ്രാഹ്മണ രാക്ഷസൻ ബ്രാഹ്മണന് വിശപ്പും ദാഹവും ഉറക്കവും വരാതിരിക്കുവാനായി ഒരു ദിവ്യ ഔഷധം കൊടുത്തു. അത് സേവിച്ചിട്ടാണ് ഭാഷ്യം ഉപദേശിക്കുവാൻ തുടങ്ങിയത്. ബ്രാഹ്മണ രാക്ഷസൻ ആ ആലിന്റെ ഇല പറിച്ച് ഭക്ഷ്യം കുറേശ്ശെ എഴുതി കൊടുക്കുകയും ബ്രാഹ്മണൻ അത് നോക്കി ധരിക്കുകയുമായിട്ടാണ് പഠിക്കുകയും ചെയ്തു പോകുന്നത്. ബ്രാഹ്മണ രാക്ഷസൻ എഴുതിയിരുന്നിടത്ത് ബ്രാഹ്മണൻ നോക്കി. ധരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ബ്രാഹ്മണ രാക്ഷസൻ എഴുതിയിട്ട് കൊടുക്കും. ഇങ്ങനെ 6 മാസക്കാലം കഴിഞ്ഞപ്പോൾ മഹാഭാഷ്യം മുഴുവനും ഉപദേശിക്കുകയും ബ്രാഹ്മണൻ ധരിക്കുകയും ചെയ്തു. അപ്പോൾ ബ്രാഹ്മണ രാക്ഷസൻ ശാപമുക്തനായി പൂർവ്വസ്ഥിതിയിൽ ഗന്ധർവതത്വത്തെ പ്രാപിക്കുകയും ചെയ്തു. ഉടനെ ബ്രാഹ്മണൻ തന്റെ ഗുരുവായ ഗന്ധർവനെ വന്നിച്ച് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് യാത്രയായി.
അപ്പോൾ ആ ഗന്ധർവൻ തന്റെ പ്രിയ ശിഷ്യനായ ബ്രാഹ്മണനെ വീണ്ടും വണ്ണം അനുഗ്രഹിച്ചിട്ട്, അല്ലയോ ബ്രാഹ്മണോത്തമ, അങ്ങയ്ക്ക് ശുഭൽപിപാസുകളുടെ നിദ്രയുടെയും ബാധ ഉണ്ടാകാതിരിക്കാനായി ഞാൻ തന്ന ആ ദിവ്യ ഔഷധത്തിന്റെ ശക്തി അങ്ങയ്ക്ക് ജലസ്പർശം ഉണ്ടായ നശിച്ചു പോകും. ഉടൻ ഭവാൻ നിദ്ര പ്രാപിക്കുകയും ചെയ്യും. പിന്നെ അങ്ങ് 6 മാസക്കാലം കഴിയാതെ ഉണരുകയില്ല. അതിനാൽ ഇനി വെള്ളത്തിലിറങ്ങുന്ന കാര്യം വളരെ സൂക്ഷിച്ചു വേണം. ഇങ്ങനെ പറഞ്ഞിട്ട് അന്തർധാനം ചെയ്യുകയും ചെയ്തു. ഉടനെ ബ്രാഹ്മണൻ താൻ പഠിച്ച മഹാഭാഷ്യത്തിന്റെ ഒരു അംശമെങ്ങാനും വിസ്മരിച്ചു പോയെങ്കിൽ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരിക്കത്തതുകൊണ്ട് ഗന്ധർവൻ എഴുതി തന്നവയായ ആ ആലിലകൾ കൂടി കൊണ്ടുപോയി ഇതൊന്ന് പകർത്തി എഴുതി സൂക്ഷിക്കണമെന്ന് നിശ്ചയിച്ച് ആലിലകളും കെട്ടിയെടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ ബ്രാഹ്മണൻ പിന്നെയും പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഒരു ദിവസം ഒരു ദിക്കിൽ ചെന്നപ്പോൾ മാർഗമധ്യേയുള്ള ഒരു നദി ഇറങ്ങിക്കിടക്കേണ്ടതായി വന്നു. നദിയിലിറങ്ങാതെ അക്കരെ കടക്കുന്നതിന് ആ ദിക്കിലെങ്ങും തോണിയും വഞ്ചിയും ഉണ്ടായിരുന്നില്ല. നദിയിൽ വെള്ളം അധികമില്ലാത്തതുകൊണ്ട് അവിടെ എല്ലാവരും അക്കരെ അക്കരെ കടക്കുന്നത് നദിയിൽ ഇറങ്ങിയതാണ്. നദി വീതി വളരെ കുറഞ്ഞതായിരുന്നു. അതിനാൽ ആ ബ്രാഹ്മണൻ ക്ഷണത്തിൽ ഇറങ്ങി കടന്നു കളയാമെന്ന് വിചാരിച്ചു. നദിയുടെ വക്കത്ത് ചെന്ന് ആലിന ചുവട് അവിടെ ഇറക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം കയ്യിലെടുത്ത് മുഖം കഴുകി ഉടനെ ആ ബ്രാഹ്മണൻ ഗാഢനിദ്രയെ പ്രാപിച്ച് അവിടെ വീണു. അപ്പോൾ ആ കടവിൽ കുളിച്ചുകൊണ്ടിരുന്ന നവയൗവനയുക്തയായ ഒരു ശൂദ്ര കന്യക അത് കണ്ട് അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ഉറങ്ങുകയാണെന്നും അല്ലാതെ മോഹാലസ്യവും മറ്റുമല്ലെന്നും മനസ്സിലായി. എങ്കിലും ഒരു ബ്രാഹ്മണൻ ഇപ്രകാരം മാർഗമധ്യേ വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഇട്ടും വെച്ച് പോകുന്നത് യുക്തമല്ലെന്ന് വിചാരിച്ച് അവിടെ നിന്നുകൊണ്ട് തന്റെ ദാസിമാരിൽ ഒരുത്തിയെ വിളിച്ച് 4 ഭൃത്യന്മാരെ വരുത്തി. അവരെ കൊണ്ട് ഈ ബ്രാഹ്മണനെ കെട്ടിയെടുപ്പിച്ച് സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൾ ധാരാളം വിസ്താരവും വൃത്തിയുമുള്ള കാറ്റും വെളിച്ചവും നിർബുധമായി കിടക്കുന്ന ഒരു മുറിക്കകത്ത് കട്ടിലിൽ മെത്ത വിരിച്ച് അതിൽ ആ ബ്രാഹ്മണനെ കിടത്തി. ആ കന്യക നാടുവാഴിയായ ശൂദ്രപ്രഭുവിന്റെ പുത്രിയും സൗന്ദര്യം, സൗശീല്യം, സൗജന്യം, വൈദൂഷ്യം, വൈദഗ്ധ്യം, ആഭിജാത്യം മുതലായ സകല സദ്ഗുണങ്ങളും തികഞ്ഞ ഒരു മനസ്വിനിയുമായിരുന്നു. അവളുടെ വീട് ആ നദീതീരത്ത് തന്നെ വഴിക്കടിക്കലുമായിരുന്നു. ബ്രാഹ്മണൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഉണരുമെന്നായിരുന്നു ആ കന്യയുടെ വിചാരം. അദ്ദേഹം നേരത്തോട് നേരമായിട്ടും ഉണരായികയാൽ ഇതെന്ത് കഥയാണെന്ന് വിചാരിച്ച് അവൾക്ക് വളരെ പരിഭ്രമമായി. ഉടനെ ഈ വിവരമെല്ലാം അവൾ അവളുടെ അച്ഛന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. പ്രഭു ഉടനെ ഒരു വൈദ്യനെ വരുത്തി കാണിച്ചപ്പോൾ ഇദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത് നിദ്രയാണ്, അല്ലാതെ ഇതൊരു രോഗവും ബാധയുമൊന്നുമല്ല. എന്നാൽ നേരത്തോട് നേരമായിട്ടും ഇദ്ദേഹം ഉണരാതിരിക്കുന്നതിന്റെ കാരണം മനസ്സിലാകുന്നില്ല. എന്തായാലും പരിഭ്രമിക്കാനൊന്നുമില്ല. എങ്കിലും ഇദ്ദേഹം ഇനിയും ഉണരാൻ താമസിക്കുന്ന പക്ഷം ദിവസം തോറും 3 പ്രാവശ്യം വീതം അന്നലേപനം, അതായത് ചോറരച്ച് ദേഹമാസകലം തേക്കുക. ഇത് ചെയ്തില്ലെങ്കിൽ താമസിയാതെ ഇദ്ദേഹം മരിച്ചു പോയേക്കാം. അന്നലോപനം ശരിയായി ചെയ്തുകൊണ്ടിരിക്കുന്നാൽ ഇദ്ദേഹം എത്ര നാൾ ഉണരാതിരുന്നാലും യാതൊരു തരക്കേടും വരുന്നില്ല. എന്നു മാത്രമല്ല, ഇദ്ദേഹം ഉണരുമ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ടുള്ള ക്ഷീണം ഉണ്ടായിരിക്കുകയുമില്ല. ഇത്രയും പറഞ്ഞ് വൈദ്യൻ പോയി. പിന്നെ ആ വൈദ്യൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. പ്രാണനെ രക്ഷിക്കുന്നതിന് മറ്റു പരയാൽ ശരിയാവുകയില്ലെന്ന് വിചാരിച്ച് ശൂദ്രപ്രഭു തന്റെ പുത്രിയെ തന്നെ അതിന് നിയോഗിച്ചു. വൈദ്യവിധി പ്രകാരം ചെയ്തു പ്രാണനെ രക്ഷിക്കുന്നതിന് താൻ തന്നെ അല്ലാഞ്ഞാൽ ശരിയാവുകയില്ലെന്ന് വിചാരിച്ച് അതിനായി സ്വയമേവ സന്നദ്ധയായിരുന്നു ആ ശൂദ്രകന്യക. ഇങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ ഉണർന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ഉണ്ടാകായ വിചാരം തന്റെ ആലിലക്കെട്ടിനെ കുറിച്ചായിരുന്നു. അതിനാൽ അദ്ദേഹം പെട്ടെന്നെണീറ്റ് ആ നദീതീരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആലിലക്കെട്ടും അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊരു പശു തിന്നുകൊണ്ടും നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്. പശുവിനെ പിടിച്ചു മാറ്റി നോക്കിയപ്പോൾ ഏതാനും ഭാഗമൊക്കെ പശു തിന്നു കഴിഞ്ഞിരുന്നു. അതിനാൽ ബ്രാഹ്മണന് വളരെ വിഷാദമായി. പോയതിനെക്കുറിച്ച് ഇനി വിചാരിക്കുന്നുണ്ട് ഫലമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ശേഷമുണ്ടായിരുന്ന ആലുകളെല്ലാം പെറുക്കിയെടുത്ത് യഥാക്രമം അടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബ്രാഹ്മണൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുന്നതിനായി ആ ശൂദ്രകന്യക അയക്കപ്പെട്ട 2 ഭൃത്യന്മാർ അവിടെ വന്നു. അവരോട് ഈ പശു ആരുടെ വകയാണ് എന്ന് ബ്രാഹ്മണൻ ചോദിക്കുകയും ഈ പശു ഇത് ഞങ്ങളുടെ യജമാനന്റെ വകയാണ് എന്ന് അവർ ഉത്തരം പറയുകയും ചെയ്തു. പിന്നെ ബ്രാഹ്മണൻ ആ ആലില കെട്ടുമെടുത്തും കൊണ്ട് പ്രഭുവിന്റെ ഗൃഹത്തിൽ തന്നെ വന്നു. അപ്പോൾ ശൂദ്രകന്യക ബ്രാഹ്മണനെ യഥാക്രമം വന്ദിച്ച് പൂജിച്ചിരുത്തി. പിന്നെ അവർ തമ്മിലുണ്ടായ സംഭാഷണം കൊണ്ട് ഈ ബ്രാഹ്മണന്റെ എല്ലാ സ്ഥിതികളും അദ്ദേഹം ഇത്രകാലം ഉറങ്ങിപ്പോകുവാനുള്ള കാരണവും മറ്റും ശൂദ്രകന്യകയ്ക്കും ഈ ശൂദ്രകന്യകയുടെ സ്ഥിതികളും അവളുടെ ഗുണങ്ങളും തന്നെ രക്ഷിച്ചത് ഇവളാണെന്നും മറ്റും ബ്രാഹ്മണനും മനസ്സിലായി. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവർക്ക് പരസ്പരം വളരെ സ്നേഹവും ബഹുമാനവും തോന്നി.
പിന്നെ ബ്രാഹ്മണന്റെ താല്പര്യപ്രകാരം ആ ആലിലത് എന്ന പശുവിനെ ശൂദ്രകന്യക പ്രത്യേകം ഒരു സ്ഥലത്ത് പിടിച്ചു കെട്ടുകയും ബ്രാഹ്മണൻ അന്നും അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. ബ്രാഹ്മണന്റെ അഭംഗ്യത്തിലും അത്താഴത്തിനും വേണ്ടതെല്ലാം കന്യക തന്നെ തയ്യാറാക്കി കൊടുത്തതിനാൽ അന്ന് രാത്രിയിലും അദ്ദേഹം സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ബ്രാഹ്മണൻ എണീറ്റ് പശുവിനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ പശു തിന്ന ആലിലകളെല്ലാം യാതൊരു കേടും കൂടാതെ ചാണകത്തോടും കൂടി കിടക്കുന്നതായി കണ്ടു. അദ്ദേഹം അവയെല്ലാം പെറുക്കിയെടുത്തു, കഴുകി തുടച്ചു കൊണ്ടുവന്നു. ശേഷമുള്ള ആലിലകളോട് കൂട്ടിച്ചേർത്ത് നോക്കിയപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടിട്ട് പോയില്ലെന്നറിയാൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഈ ആലിലകളൊന്നും ഇത്രയും കാലമായിട്ടും വാടാതെയും പശു തിന്നിട്ട് ദഹിക്കാതെയും ഇരുന്നത് അതുകളിൽ എഴുതിയ ഭാഷ്യം എഴുതുന്ന ഗന്ധർവന്റെ ദിവ്യത്വം കൊണ്ടാണെന്ന രീതിയിൽ സംശയമില്ല. എന്തെങ്കിലും ഒരു ദിവ്യശക്തി കൊണ്ടായിരിക്കണം അത്, അല്ലാതെ ഇങ്ങനെ വരുന്നതല്ലല്ലോ. പിന്നെ ആ ബ്രാഹ്മണൻ ആ ആലിലകൾ എല്ലാവരും കൂടി കൂട്ടിക്കെട്ടി തയ്യാറാക്കി വെച്ചു. യാത്ര പറയുവാനായി ആ ശൂദ്രകന്യകയെ അടുക്കൽ വിളിപ്പിച്ചു. ഇപ്പോൾ 5-6 മാസമായല്ലോ ഞാനിവിടെ വന്നിട്ട്. ഇനിയിപ്പോൾ ഞാൻ പോകുവാൻ ഭാവിക്കുകയാണ്. ഇത്രയും കാലം നീ എന്നെ വേണ്ടുവന്ന ശുശ്രൂഷകളെല്ലാം ചെയ്ത് രക്ഷിച്ചു എന്നല്ല, നീ എൻ്റെ പ്രാണരക്ഷ ചെയ്തു എന്ന് തന്നെ പറയാം. നീ എനിക്ക് ചെയ്തു തന്ന ഈ ഉപകാരത്തിന് തക്കതായ പ്രതിഫലമൊന്നും ഞാൻ കാണുന്നില്ല. എങ്കിലും ഇതിനെക്കുറിച്ചൊന്നും പറയാതെ പോയാൽ ഞാൻ കേവലം കൃതജ്ഞനാകുമല്ലോ. അതുകൊണ്ട് ചോദിക്കുന്നതാണ്, നിന്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്നതിനായി നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. എൻ്റെ അനുഗ്രഹം ഒരിക്കലും വിഫലീഭവിക്കുന്നതല്ല. ഇല്ലാതെ ഒന്ന് തരാനായിട്ട് ഞാൻ കാണുന്നില്ല. അതിനാൽ നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയാം. അപ്പോൾ ആ കന്യക വിനയസമേതം തൊഴുതുകൊണ്ട്, അല്ലയോ സ്വാമി, ഞാൻ ജനിച്ചൽ പിന്നെ ഒരു പുരുഷന്റെ പാദശുശ്രൂഷ ചെയ്യുന്നതിനാണ് എൻ്റെ ഭാഗ്യം സിദ്ധിച്ചത്. അതിനാൽ ഈ ജന്മത്തിൽ മറ്റൊരു പുരുഷന്റെ ശുശ്രൂഷ ചെയ്യുവാൻ സംഗതിയാകാതെ ഇരുന്നാൽ കൊള്ളാമെന്നല്ലാതെ വേറൊരു ആഗ്രഹവും എനിക്കില്ല. അതിനാൽ അവിടുന്ന് കൃപയുണ്ടായി ഞാൻ അവിടുത്തെ ഭാര്യയായി തീരുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കാം. ഇതിലധികമായ ഒരു അനുഗ്രഹവും എനിക്ക് വേണ്ടെന്നില്ല. ഇതിൽ വലിയതായ ഒരു അനുഗ്രഹമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഈ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നുവെങ്കിൽ എൻ്റെ ജന്മം സഫലമായി എന്ന് പറഞ്ഞു. ആ ശൂദ്രകന്യകയുടെ വാക്കുകൾ കേട്ടപ്പോൾ ബ്രാഹ്മണന് വളരെ വിചാരമായി. കഷ്ടം, ഇഹലോക സുഖങ്ങളെ അശേഷം ഉപേക്ഷിച്ച് സന്യാസം വാങ്ങിക്കുന്നതിനായി ഗുരുവിനെ അന്വേഷിച്ച് നടക്കുന്ന ഞാൻ ഇവളെ വിവാഹം ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രാണരക്ഷ ചെയ്ത ഇവളുടെ അപേക്ഷയെ ഉപേക്ഷിക്കുന്നതും എങ്ങനെയാണ്? 4ാമത്തെ ആശ്രമത്തെ ആഗ്രഹിച്ച് നടക്കുന്ന ഞാൻ 2ാമത്തെ ആശ്രമത്തെ കൈക്കൊള്ളണമെന്നായിരിക്കുമോ ഈശ്വരവിധി? അങ്ങനെ ആയാൽ തന്നെയും ബ്രാഹ്മണകുല ജാതനായ ഞാൻ ഈ ശൂദ്രകുല ജാതിയായ ഇവളെ ആദ്യമായി വിവാഹം ചെയ്യുന്നതും വിവിധമല്ലല്ലോ. ഒരു ബ്രാഹ്മണന് ബ്രാഹ്മശൈത്ര വൈശ്യകുലങ്ങളിൽ നിന്ന് യഥാക്രമം ഓരോ വിവാഹം ചെയ്തതല്ലാതെ ഒരു ശൂദ്രകന്യകയെ വിവാഹം ചെയ്യുവാൻ പാടില്ലെന്നാണല്ലോ ശാസ്ത്രം. അതിനാൽ ഇവളെ വിവാഹം ചെയ്യണമെങ്കിൽ അതിനു മുമ്പായി 3 ജാതിയിലുള്ള 3 കന്യകമാരെ വിവാഹം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു വിവാഹവും വേണ്ടെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് ഇങ്ങനെ വേണ്ടി വന്നത് അത്യാചാരമായിരിക്കും. ഈ ഈശ്വരൻ എന്നെ പരീക്ഷിക്കുകയായിരിക്കുമോ? അഥവാ ഒരു പ്രകാരം വിചാരിച്ചാൽ ഇത് നല്ലത് തന്നെയാണ്. ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും സംസാരത്തിന്റെ നിസ്സാരത അറിഞ്ഞിട്ട് മനസ്സിലാക്കുന്ന വിരക്തി കുറച്ചുകൂടെ ബലമുണ്ടായിരിക്കും. അതിനാൽ ഏതായാലും ഇവളുടെ ആഗ്രഹം സാധിപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ ആഗ്രഹവും സാധിക്കും, അല്ലാതെ നിവൃത്തിയില്ല എന്നിങ്ങനെ വിചാരിച്ചിട്ട് ആ ബ്രാഹ്മണൻ ശൂദ്രകന്യകയോട്, അല്ലയോ ഭദ്രേ, നിന്റെ ഹിതത്തെ അനുവർത്തിക്കുന്നതിന് ഞാൻ സദാ സന്നദ്ധമാണ്. എങ്കിലും നീ ഒരു ബ്രാഹ്മണനായ ഞാൻ ശൂദ്രകന്യകയായി നിന്നെ വിവാഹം ചെയ്യുന്നതിന് ബ്രാഹ്മണ കുലത്തിൽ നിന്നും ക്ഷത്രിയ കുലത്തിൽ നിന്നും വൈശ്യകുലത്തിൽ നിന്നും ഓരോ കന്യകമാരെ വിവാഹം ചെയ്തിട്ടല്ലാതെ പാടില്ല. അങ്ങനെയാണ് ശാസ്ത്രവിധി. അതിനാൽ ഞാൻ പോയി 3 വിവാഹം ചെയ്തതിന് ശേഷം നിന്നെയും വിവാഹം കഴിച്ചു കൊള്ളാം. അതുവരെ നീ ക്ഷമിക്കണം. ഇത് കേട്ട് സന്തോഷസമേതം ശൂദ്രകന്യക, ശാസ്ത്രവിധിപ്രകാരമല്ലാതെ ഒന്നും ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എൻ്റെ അപേക്ഷയെ സദയം അങ്ങ് സ്വീകരിക്കുമെങ്കിൽ അതിനായിട്ട് എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധവുമില്ല. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് ബ്രാഹ്മണനും പറഞ്ഞു. അനന്തരം ആ ബ്രാഹ്മണൻ സ്വഗൃഹത്തിൽ ചെന്ന് താമസിച്ചുകൊണ്ട് ബ്രാഹ്മണകുലത്തിൽ നിന്നും ക്ഷത്രിയകുലത്തിൽ നിന്നും വൈശ്യകുലത്തിൽ നിന്നും ഓരോ കന്യകമാരെ യഥാക്രമം വിവാഹം ചെയ്തതിന് ശേഷം ഒടുക്കം ഈ ശൂദ്രകന്യകയും യഥാവിധി വിവാഹം കഴിച്ചു. മുൻകാലങ്ങളിൽ ബ്രാഹ്മണൻ 4 ജാതിയിൽ നിന്നും അഗ്നിസാക്ഷിയായി തന്നെ വിവാഹം കഴിക്കാറുണ്ടെന്നത് പ്രസിദ്ധമാണല്ലോ. അങ്ങനെ ആ ബ്രാഹ്മണൻ 4 ഭാര്യമാരോടും കൂടി യഥാസുഖം സ്വഗൃഹത്തിൽ താമസിക്കുന്ന കാലത്ത് ആ 4 ഭാര്യമാരിൽ നിന്നും അദ്ദേഹത്തിന് ഓരോ പുത്രന്മാരുണ്ടായി. പുത്രന്മാരുടെ ജാതകർമ്മം മുതൽ സമവർത്തനം വരെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം യഥാകാലം വേണ്ടതുപോലെ ചെയ്തു. പുത്രന്മാരെ യഥാക്രമം അദ്ദേഹം തന്നെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. ആ പുത്രന്മാർ 4 പേരും അതിയോഗ്യന്മാരും സകല ശാസ്ത്ര പരാംഗതരും പിതൃതുല്യ ഗുണമുള്ളവന്മാരുമായി അതിയോഗ്യവാന്മാരും സകല ശാസ്ത്രം അറിയുന്നവരുമായി വന്നു. ആദ്യപുത്രനായ ബ്രാഹ്മണകുമാരനെ അദ്ദേഹം വിശേഷിപ്പിച്ചും വേദധ്യവും ചെയ്യിപ്പിച്ചു.
ഒടുക്കം 4 പേരെയും മഹാഭാഷ്യം പഠിപ്പിച്ചു. എന്നാൽ 4ാമത്തെ പുത്രൻ ശൂദ്രകുലജാതനും മഹാഭാഷ്യം വേദഭംഗവുമാകിയാൽ ആ പുത്രനെ അഭിമുഖമായിരുന്ന ഭാഷ്യം പഠിപ്പിക്കുന്നത് വിഹിതമല്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ പുത്രനെ പ്രത്യേകിച്ച് ഒരു മറവുള്ള സ്ഥലത്തിരുത്തിയാണ് മഹാഭാഷ്യം ഉപദേശിച്ചു കൊടുത്തത്. എന്ന് മാത്രവുമല്ല, മഹാഭാഷ്യം ശൂദ്രവംശകർക്ക് ഉപദേശിച്ച് പരമ്പരയോ വേദാർഹന്മാരല്ലാതെ അവരുടെ ഇടയിൽ അതിന് പ്രചാരം വരുത്തുകയില്ലെന്ന് ആ പുത്രനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യുക കൂടി ചെയ്തിട്ടാണ് അദ്ദേഹം മഹാഭാഷ്യം ആ പുത്രന് ഉപദേശിച്ചു കൊടുത്തത്. ഇങ്ങനെ പുത്രന്മാർ അതിയോഗ്യന്മാരും യൗവനയുക്തന്മാരുമായി തീർന്നതിനു ശേഷം ആ ബ്രാഹ്മണൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ട് ഒടുക്കം ശ്രീ ഗൗഡപാദചാര്യങ്കിൽ ചെന്ന് ക്രമസന്യാസത്തെ സ്വീകരിച്ചു. ബ്രഹ്മധ്യാനവും ചെയ്തുകൊണ്ട് ബദരി ആശ്രമത്തെങ്കിൽ താമസിച്ചു. കേരളാചാരകർത്താവായ ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ഗുരുവായ സാക്ഷാൽ ഗോവിന്ദ സ്വാമിയെക്കുറിച്ചിട്ട് കേട്ടിട്ടില്ലാത്തവർ അധികമുണ്ടായിരിക്കാതിനിടയില്ലാത്തതിനാൽ യോഗീശ്വര ശോരോമണിയായ ഗോവിന്ദ സ്വാമികൾ എന്ന് പറയപ്പെടുന്ന ആ മഹാൻ ഈ ബ്രാഹ്മണോന്മത്തൻ തന്നെയാണെന്ന് കൂടി പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ആ യോഗ്യതകളെ കുറിച്ച് ഇനിയും പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്രകാരം തന്നെ അദ്ദേഹത്തിന് 4 ജാതിയിലുമായി 4 ഭാര്യമാരുണ്ടായിരുന്നതിനാൽ അവരിൽ നിന്ന് ജനിച്ചവരായ 4 പുത്രന്മാരിൽ നിന്ന് ബ്രാഹ്മണ സ്ത്രീയിൽ നിന്നും ജനിച്ച പുത്രൻ സാക്ഷാൽ വരരുചിയും, ക്ഷത്രിയൽ സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ വിശ്വവിസ്തൃതനായ വിക്രമാദിത്യ മഹാരാജാവും, വൈശ്യ സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ വിശ്വവിസ്തൃതനായ വിക്രമാദിത്യ മന്ത്രിയും പ്രസിദ്ധനായ ഭട്ടിയും, ശൂദ്ര സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ മഹാവിദ്വാനായ ഭർതൃഹരിയുമായുള്ള വാസ്തവം കൂടി പറഞ്ഞാൽ പിന്നെ അവരുടെ യോഗ്യതകളെക്കുറിച്ച് പറഞ്ഞേണ്ടതായി വരുമല്ലോ. പറയപ്പെട്ടുണ്ടായ പന്തരുകുലത്തിന്റെ ആദ്യ പിതാവായ വരചുരുചിയെക്കുറിച്ചും അനേകം കഥകൾക്ക് വിഷയഭൂതന്മാരായ വിക്രമാദ്യ ഭട്ടികളെക്കുറിച്ചും കേട്ടിട്ടില്ലാത്തവർ കേവലം പാമരന്മാരുടെ ഇടയിൽ പോലും ആരുമുണ്ടായിരിക്കില്ല. ഭർതൃഹരിയുടെ ശതകൃതയും മലയാളത്തിലും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചും പലരും അറിഞ്ഞിരിക്കാനിടയുണ്ട്. അതിവിദ്വാൻമാരും സംസ്കൃതത്തിൽ വ്യാകരണ സംബന്ധനുമായ മറ്റു അനേകം ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാക്കളുമായ ഇവർ സംസ്കൃത പണ്ഡിതന്മാരുടെ ഇടയിൽ ഇന്നും നിത്യപരിചിതന്മാരായിട്ടാണ് ഇരിക്കുന്നത്. വാർത്തികം, പ്രാകൃത പ്രകാശം, ധനപഞ്ചകം മുതലായ പല ഗ്രന്ഥങ്ങൾ, വരരുചിയും ഭട്ടികാവ്യം എന്ന പ്രസിദ്ധ ഗ്രന്ഥവും മറ്റനേകം കൃതികളും, ഭട്ടിയും ഹരിടീക, വാക്യപദീപം മുതലായ വ്യാകരണ ഗ്രന്ഥങ്ങളും, വേദാന്തം വകയായി മറ്റനേകം ഗ്രന്ഥങ്ങളും മേൽപ്പറഞ്ഞ ശാസ്ത്രവും മറ്റും ഭർത്തകൃതിയും ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രസിദ്ധമായ അമരകര സേതുവും ഭർതൃകൃതിയുടെ കൃതിയാണെന്നും വിദ്വാൻമാരുടെ ഇടയിൽ ഒരു അഭിപ്രായമുണ്ട്. ഇപ്രകാരമുള്ള മഹാന്മാരുടെ മാംസശരീരം പൊയ്പോയാലും അവരുടെ യശശരീരത്തിലുള്ള ലോകാവസാനം വരെ യാതൊരു ഹാനിയും സംഭവിക്കില്ലെന്നുള്ളത് തീർച്ചയാണല്ലോ. മഹാഭാഷ്യത്തിന്റെ പ്രചാരത്തിന് കാരണഭൂതന്മാർ ഇവർ തന്നെയാണെന്നുള്ളതും പറയേണ്ടതില്ലല്ലോ. മേൽപ്പറഞ്ഞ 4 മഹാന്മാരും അവരുടെ അച്ഛനായ ഗോവിന്ദ സ്വാമികളുടെ അടുക്കൽ നിന്ന് മഹാഭാഷ്യം പഠിച്ചു കഴിഞ്ഞതിന്റെ ശേഷം അവർക്ക് ഭാഷ്യകർത്താവായ സാക്ഷാൽ പതഞ്ജലി മഹർഷിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അതികശാലമായിട്ട് ഒരു ആഗ്രഹമുണ്ടായി. അതിനാൽ അവർ അന്വേഷിച്ചപ്പോൾ പതഞ്ജലി മഹർഷി അതിന് വളരെ മുമ്പ് തന്നെ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നതായി അറിഞ്ഞു. അപ്പോൾ ഭർതൃഹരി ചൊല്ലിയതായ ഒരു ശ്ലോകം ഇവിടെ ചേർക്കുന്നു. അഹോ ഭാഷ്യം അഹോ ഭാഷ്യം അഹോ വയോ മഹാവയം അദൃഷ്ടസ്വാം മഹാൻ ഗദാസ്വർഗമാകൃതം പതഞ്ജലി. അടുത്ത അധ്യായം ഭർതൃഹരിയെ പറ്റിയാണ്. തുടരും.